Meet the editors. പാരഡിയിൽ പാളിയോ എന്നാണ് ചോദ്യം. പാരഡിയിൽ പാളിയോ എന്നാണ് ചോദ്യം. നമുക്കിപ്പം പിയാസിൽ കൂടി ചേരുന്നുണ്ട്. ഡൽഹിയിൽ നിന്നും ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനം വഴി നമ്മുടെ ഫ്ലോറിലുണ്ട്. വെൽക്കം ആൻഡ് ഗുഡ് ഈവനിങ് പിയാസുനിൽ. ജിമ്മി, പാരഡി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ പോവുകയാണ് എന്ന് പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടി അറിയിച്ചിരിക്കുന്നു. ഈ വിഷയത്തിൽ ഇപ്പോൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലും മുഖ്യധാരാ മാധ്യമങ്ങളിലുമൊക്കെ ചർച്ചകൾ സജീവമാവുകയാണ്. പാരഡിയിൽ പാളിയോ അങ്ങനെയാണോ പറയേണ്ടത്, അതോ പാരഡിയിലും പാളിയോ എന്നാണോ ചോദിക്കേണ്ടത്? നമ്മൾ കുറച്ച് നാൾ മുമ്പ് ചോദിച്ചത് പാളിയിൽ പാളിയോ എന്നായിരുന്നു. ഈ സ്വർണ്ണപ്പാളി വിഷയത്തിൽ പാളി തുടങ്ങി അങ്ങ് പാളി 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 അവസാനം സ്വർണ്ണപ്പാളിയെക്കുറിച്ചുള്ള പാരഡിയിലും കഴിഞ്ഞ 2 ദിവസമായി CPM-നും ഇടതു സർക്കാരിനും പാളിയിരിക്കും എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. ഇന്നലെ ഇതിനെതിരെ വളരെ വലിയ കേസെടുക്കാനുള്ള വലിയ ബഹളമൊക്കെ ആയതിനു ശേഷം ഇന്ന് രാവിലെ മുതൽ കോൺഗ്രസ് ഹാൻഡിലുകൾ, കോൺഗ്രസ് നേതാക്കൾ, ചാണ്ടിയൂപ്പൻ അടക്കമുള്ള യുവ നേതാക്കൾ എല്ലാവരും മൈക്കിൻ്റെ മുമ്പ് ഈ പാട്ട് തന്നെ പാടുകയാണ്. എന്ന് മാത്രമല്ല, ഇതൊരു വലിയ തെരഞ്ഞെടുപ്പ് വിഷയമായി, ജനങ്ങളുടെ ഒരു പ്രതിരോധ വിഷയമായി എടുത്തു മാറ്റിയിരിക്കുകയാണ്. എന്ന് മാത്രമോ, ഹിന്ദു വികാരത്തിൻ്റെ മൊത്ത കോൺട്രാക്ട് എടുത്തു വച്ചിരിക്കുന്ന വിശ്വ ഹിന്ദു പരിഷത്തും BJP ഒക്കെ ഏത് മതവികാരം, ഏത് പ്രശ്നം മോഷ്ടിച്ചവരല്ലേ ഞങ്ങളുടെ ഹിന്ദുക്കളുടെ ജനവികാരം അല്ലെങ്കിൽ മതവികാരം നശിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അവരും പറയുകയാണ്. അപ്പോൾ CPM ഒഴിച്ച്, CPI ആണെങ്കിൽ മിണ്ടിയിട്ട് പോലുമില്ല ഈ കാര്യത്തിൽ ഇതുവരെ. അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. CPIക്കില്ല, ഇടതുപക്ഷത്തെ CPM-ന് മാത്രം, കേരളത്തിൽ CPM-ന് മാത്രം മതവികാരം വ്രണപ്പെടുന്ന ഒരു വലിയ പ്രശ്നമായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. താത്വികമായി വ്യക്തമായി അവർ ഇന്നലെയും മെനഞ്ഞാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് തെരഞ്ഞെടുപ്പ് രംഗത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ V. ശിവൻകുട്ടി മന്ത്രി എന്ന് പറഞ്ഞു, അതിനകത്ത് കുറച്ചുകൂടി വ്യക്തമായി മതവികാരം വ്രണപ്പെടുത്തുന്ന ഇത്തരം പാട്ടുകൾ പാടാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ LDF കൺവീനർ അപകടം മനസ്സിലായിട്ടെന്തോ ഇന്ന് മാറ്റി പറഞ്ഞു, ഞങ്ങൾക്ക് പാർട്ടി അങ്ങനെ നിലപാടെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്തായാലും വിനാശകാലെ വിപരീത ബുദ്ധി എന്നുള്ളത് ഒരു തവണ കൂടി ഇവിടെ സത്യമായി മാറുകയാണ്. ഇടതുപക്ഷം, സർക്കാർ, അതിനെ CPM എന്ന് വിളിക്കരുത്, സർക്കാർ ഇതിനകത്ത് ഒരു 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 പ്രത്യേക വാശിയോടുകൂടി ഇത് ഞങ്ങൾ ശരിയാക്കി കളയുമെന്ന് പറഞ്ഞ് കേസെടുക്കുകയാണ്. കേസെടുക്കുക മാത്രമല്ല, ഇപ്പോൾ ചെയ്തിരിക്കുന്നത് യൂട്യൂബിൽ നിന്ന് അതിൻ്റെ ലിങ്കുകൾ നീക്കം ചെയ്യാൻ തീരുമാനിക്കുന്നു, മെറ്റയ്ക്ക് കത്തയക്കുന്നു. ആഹാ, എന്തൊരു സ്പീഡ്! ഈ സ്പീഡ് കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. സംസ്ഥാനത്ത് ഈ മതവികാരം വ്രണപ്പെടുത്തുന്ന ആദ്യത്തെ സംഭവമാണോ ഇത് എന്നെന്തായാലും ഞാൻ ചോദിക്കുന്നില്ല, അല്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ നോക്കൂ, 2015-16 മുതൽ 2020 കഴിഞ്ഞ 10 വർഷമായി വെള്ളാപ്പള്ളി നടേശൻ എന്ത് പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ എന്ത് പണിയാണ് എടുത്തത്? ഇന്ന് മലപ്പുറം എന്ന ജില്ലയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ നടത്തുകയാണ്. മുസ്ലിം ലീഗ് വലിയ കുഴപ്പമാണ്, മുസ്ലിം എന്നത് മാറ്റി മുസ്ലിം ലീഗ് എന്നാക്കുകയും പക്ഷേ പറഞ്ഞതെല്ലാം വീണ്ടും ആവർത്തിക്കുകയും ചെയ്തതാണ്. നമ്മുടെയൊക്കെ ഓർമ്മയിൽ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെയെങ്കിലും ഓർമ്മയിൽ കഴിഞ്ഞ 4-5 വർഷത്തെ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രതികരണങ്ങൾ മുഴുവനുണ്ടല്ലോ. ഏതിലാണ് കേസെടുത്തത്? PC ജോർജിനെതിരെ വളരെ വലിയ മതവികാരം വ്രണപ്പെടുത്തുന്ന രീതി വന്നപ്പോൾ എങ്ങനെയായിരുന്നു ആ കേസ് കൈകാര്യം ചെയ്തത്? PC ജോർജ് പുല്ലുപോലെ ജാമ്യം വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്, മുൻകൂർ ജാമ്യം വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടതല്ലേ. ഇനി അതൊന്നും പോട്ടെ, അതൊക്കെ പോട്ടെ, വേറൊരു കാര്യം ചോദിക്കട്ടെ. ഈ നാർക്കോട്ടിക്സ് ജിഹാദ് എന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട മതനേതാവ് ഉണ്ടായിരുന്നല്ലോ, അതാരുടെയും മതവികാരം വ്രണപ്പെടുത്തിയില്ലേ? നാർക്കോട്ടിക്സ് ജിഹാദ് ഒരു തരത്തിലും തെളിയിക്കപ്പെടാതിരുന്ന ഒരു സാധനം വളരെ വ്യാപകമായി പറയുകയും അതിൻ്റെ പേരിൽ എന്തൊക്കെ വിവാദങ്ങളുണ്ടായി. അപ്പോൾ ആർക്കും ഈ കേസെടുക്കാനോ കേസിനെക്കുറിച്ച് ആലോചിക്കാനോ പോലും തോന്നിയില്ലേ? നോക്കൂ, നിങ്ങളുടെ മുമ്പിൽ കഴിഞ്ഞ 10 വർഷത്തെ ഒരു നീണ്ട കഥ തന്നെയുണ്ട്. ചിലർക്ക് ഓർമ്മയില്ലെങ്കിൽ 2015 വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞെടുത്തും തുടങ്ങാം. മുസ്ലിം ആയതുകൊണ്ടാണ് കുഴൽക്കിണറിൽ വീണ യുവാവിനെ രക്ഷിക്കാൻ ചാടി വീണ് അയാളും മരിച്ചുപോയ അയാളൊരു മുസ്ലിമാണ്, അതുകൊണ്ട് അയാൾക്ക് പാരിതോഷികം കിട്ടി എന്ന് പറഞ്ഞു തുടങ്ങിയതാണ് വെള്ളാപ്പള്ളി നടേശൻ. അതിന് മുമ്പുള്ള പ്രസ്താവനകളുണ്ട്. പക്ഷേ ഇവിടെ അന്ന് പിണറായി വിജയൻ അടക്കമുള്ള ഇടതുപക്ഷം ഇദ്ദേഹത്തിനെതിരായിരുന്നു. അതിനുശേഷം ഇതേ ആളെ കൂടെ കൊണ്ടു നടന്ന് വളരെ വലിയ വർഗീയ പരാമർശം നടത്തുമ്പോൾ എനിക്ക് ഒരു കാര്യം ഓർമ്മയുണ്ട്. നമ്മൾ ചർച്ച ചെയ്താണ് അല്ലേ, ഒരു 5 മാസം മുമ്പാണ് ഒരു രക്ഷയില്ലാത്തപ്പോൾ CPM ഒരു വാർത്താക്കുറിപ്പ് ഇറക്കി, ഇത് തീരെ ശരിയായില്ല എന്ന് പറഞ്ഞ്. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ്റെ പേരുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നതും പൊന്നാടി നീക്കുന്നത്. ഇന്നലെ ഒരു സുഹൃത്തിനെ വിളിച്ചപ്പോൾ സുഹൃത്ത് തർക്കിച്ച് സൈഡ് പറഞ്ഞാൽ അത് ഞങ്ങൾ ലിഫ്റ്റ് കൊടുത്തത്, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. ചർച്ചയില്ല, നിങ്ങളോടൊരു ചർച്ചയില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. ഒരു തരത്തിലും ഉത്തരമില്ലാതെ അന്തം വിട്ട് നിൽക്കുകയാണ് CPM-ൻ്റെ അണികൾ മുഴുവൻ. എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? ഇന്ന് നമ്മുടെ മുമ്പിൽ പുറത്തു വന്നൊരു ദൃശ്യമുണ്ടല്ലോ, പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒരു യുവതിയെ നിഷ്കരണം കരണത്തടിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അപ്പത്തന്നെ നടപടി വന്നു കേട്ടോ. പക്ഷേ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, 1.5 വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണ്.
ആ സംഭവത്തിൻ്റെ ദൃശ്യത്തിന് വേണ്ടി അത് നടന്ന സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുകയും മേലുദ്യോഗസ്ഥർ പരാതി കൊടുക്കുകയും അവസാനം സംസ്ഥാന വിവരാവകാശ കമ്മീഷണറാണ് ഈ ദൃശ്യം കൊടുക്കാൻ പറഞ്ഞത്. ദൃശ്യം പുറത്തു വന്നു, അരമണിക്കൂറിനകം നടപടി. ദൃശ്യം കഴിഞ്ഞ 1.5 വർഷമായി ദൃശ്യം അവിടെ തന്നെയുണ്ട്, അതിൻ്റെ പേരിൽ പരാതിയുണ്ട്. അല്ലെങ്കിൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനൊരു സംഭവം നടന്നതിനെക്കുറിച്ച് പരാതി പോവുകയും ആ ദൃശ്യം വേണമെന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്യുന്ന സ്ത്രീ ഇറങ്ങുമ്പോൾ തന്നെ ഇങ്ങനൊരു സംഭവമുള്ള കാര്യം പോലീസിന് അറിയാമല്ലോ, പോലീസ് മന്ത്രിക്ക് അറിയാമല്ലോ. പോലീസ് മന്ത്രി അറിഞ്ഞില്ലെങ്കിൽ പോലീസ് മന്ത്രിയുടെ സംവിധാനങ്ങൾ മുഴുവൻ പരാജയപ്പെട്ടു എന്നാണ്. ഈ കുന്നംകുളത്തും അതുപോലെ തന്നെ പീച്ചിയിലും നമ്മൾ 6 മാസം മുമ്പാണല്ലോ ഇതേ വിഷയം ചർച്ച ചെയ്തത്. കുന്നംകുളത്ത് സുജിത്ത് എന്നൊരാളെ പോലീസ് സ്റ്റേഷനിൽ അടിച്ച് ഇഞ്ചപ്പരുവാക്കുന്നത്, പീച്ചിയിൽ ഒരു ഹോട്ടലുടമ ഔസേഫിൻ്റെ മകനെ ജയിലിലിടുകയും അയാളുടെ ജോലിക്കാരനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തല്ലുകയും ചെയ്ത് അന്നും ഇത് തന്നെയായിരുന്നു. അപ്പോൾ നടപടിയെടുക്കേണ്ട അന്നൊക്കെ ഈ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നറിയാം. ഇവരെല്ലാവരും ഈ ദൃശ്യങ്ങൾക്ക് വേണ്ടി, ദൃശ്യം പുറത്ത് കിട്ടാൻ വേണ്ടി ഫൈറ്റ് ചെയ്ത് അവസാനം വിവരാവകാശ കമ്മീഷണറുടെ സംസ്ഥാന തലത്തിൽ പോയി ഫൈറ്റ് ചെയ്തിട്ടാണ് ദൃശ്യം വാങ്ങിക്കുന്നത്. അപ്പോൾ അതുവരെ പോലീസിന് അറിയാം. പക്ഷേ ഇടപെടേണ്ട കാര്യങ്ങളിലൊന്നും ആ വഴിക്ക് തിരിഞ്ഞു നോക്കില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. 4 പേര് അറിഞ്ഞ് നാണം കെടുമ്പോൾ അപ്പോൾ തന്നെ നടപടിയെടുക്കും. അപ്പോൾ സ്പീഡിൻ്റെ കാര്യത്തിൽ രണ്ടും 2 തട്ടാണ് എന്നുള്ളതാണ്. ഏറ്റവും അവസാനം ആഭ്യന്തരമന്ത്രിയുടെ തലയിൽ ഒരു പൊൻതൂവലായി ഇന്നത്തെ പുറത്തു വന്ന പോലീസ് പീഡനത്തിൻ്റെ ഒരു സ്ത്രീയുടെ ചെകിട് പുകയ്ക്കുന്ന രീതിയിലുള്ള അടിയുടെ ദൃശ്യങ്ങൾ അങ്ങ് സമർപ്പിക്കുകയാണ്. അതേ പോലീസാണ് 24 മണിക്കൂർ കഴിയുമ്പോൾ പോറ്റിയെ കയറ്റി എന്ന പാരടി ഗാനത്തിൻ്റെ ദൃശ്യങ്ങൾ ശുഷ്കാന്തിയോടുകൂടി യൂട്യൂബിൽ നിന്ന് നീക്കം ചെയ്യുകയും അതിനുശേഷം ഇപ്പോൾ മെറ്റയ്ക്ക് കത്തെഴുതുകയും ഒക്കെ ചെയ്ത് ആരൊക്കെയാണ് എടുത്തത്, ആരൊക്കെയാണ് ഷെയർ ചെയ്തത്, മുഴുവൻ വിവരങ്ങളും വേണം. ഞങ്ങളിപ്പോൾ കേസെടുക്കാൻ പോവുകയാണ്. ഒന്ന് ഉറപ്പിച്ചു വെച്ചോ, കോടതിയിൽ പോയാൽ നിങ്ങൾ എഴുതിയ പരാതി എഴുതിയ എഫ്ഐആറിൻ്റെ കടലാസിൻ്റെ വില പോലും ഇല്ലാതെ ഈ പരാതി തള്ളിപ്പോവും. എന്താണ്, ഏത് ദൈവത്തെയാണ് അപമാനിച്ചത്? ദൈവത്തോട് പറയുന്ന ഒരു പരാതി മാത്രമാണ്. ആ പരാതി എങ്ങനെയാണ് മതസ്പർദ്ധ ഉണ്ടാകുന്നത്? ഇനി പറഞ്ഞവർ നിങ്ങളെല്ലാം കൂടെ ഉണ്ടാക്കാതിരുന്നാൽ മതി. ഇന്ന് കണ്ട ഒരു രസകരമായ ഒരു കാർട്ടൂൺ കൂടിയുണ്ട്. CPM-ൻ്റെ നേതാവ് രാജേന്ദ്രശേഖരനോട് നോക്കുകയാണ്, പാട്ടെഴുതിയതെല്ലാം മറ്റവന്മാരാ, നിങ്ങൾക്കൊരു വികാരവും തോന്നില്ലേ എന്ന് ചോദിക്കുന്ന രാജേന്ദ്രശേഖർ ഇങ്ങനെ കൈകെട്ടി നിൽക്കുന്ന ദൃശ്യങ്ങളാണ്. നമുക്ക് നാട്ടുകാർ മുഴുവൻ നിങ്ങളെ ട്രോളുകയാണ്. പാരടി പാട്ടിലല്ല, ഇപ്പോൾ നാട്ടുകാർ മുഴുവൻ നിങ്ങളെ നേരിട്ട് വന്ന് ട്രോളുന്നതിലേക്ക് പോവുകയാണ്. അപ്പോഴും മനസ്സിലാകുന്നില്ലേ എവിടെയാണ് CPM-ന് പാളുന്നത്? അവിടെയാണ് കുറച്ചുകൂടി ഗൗരവത്തോടു കൂടി ഈ വിഷയത്തെ കാണേണ്ടത്. ഇത് ഒരു സംഘടനയുടെ പ്രശ്നമല്ല, അധികാരത്തിൻ്റെ പ്രശ്നമാണ്. 10 വർഷം അധികാരത്തിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരം അഹങ്കാരവും ഒരു പ്രത്യേകതരം എന്തും ചെയ്യാമെന്നുള്ള ഒരു ധൈര്യത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ്. അത് എല്ലാ കാലത്തും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നതാണ്. 1975 അടിയന്തരാവസ്ഥക്കാലം കിസ്സ കുർസിക്ക എന്നൊരു സിനിമയുണ്ടായിരുന്നു. കിസ്സ കുർസിക്ക എന്ന് പറഞ്ഞ സിനിമ വളരെ രഹസ്യമായി സർക്കാരിനെതിരെ നിർമ്മിച്ച ചിത്രമാണ്. അത് അവസാനം അത് പിടിക്കപ്പെടുകയും ആ ചിത്രത്തിൻ്റെ നെഗറ്റീവുകളടക്കം കത്തിച്ചു കളയുകയും ചെയ്തു. ആരാ? ഇന്ന് ഈ ബഹളം ഉണ്ടാക്കുന്ന കോൺഗ്രസ് പാർട്ടി. CPM ആണ് ഇത് തുടങ്ങിയെന്ന് വിചാരിക്കരുത്, ഇന്ന് തുടങ്ങിയാണെന്ന് വിചാരിക്കരുത്. 1975 കിസ്സ കുർസിക്കയാണ് കഥ. അതിനു മുമ്പ് എത്രയോ കാലം ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഡൽഹിയിലെ തെരുവുകളിൽ നാടകം കളിക്കുമ്പോൾ പിടഞ്ഞു വീണ് മരിച്ച സഫ്ദർ ഹഷ്മി ഓർമ്മയില്ലേ? ഹല്ല ബോൽ എന്നായിരുന്നു ആ നാടകത്തിൻ്റെ പേര്. സഫ്ദർ ഹഷ്മിയുടെ സഹോദരനെ കൂടെ ഞാൻ ദില്ലിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ആ കാലത്തെ കഥയൊക്കെ പറയും. കൊന്നതാരാണെന്നും കൊല്ലിച്ചതാരാണെന്നും അന്നേ അറിയാം. അന്നും കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ചരിത്രമുണ്ട്. 1992 വേറെ രസകരമായൊരു സംഭവം ഉണ്ടായി. അന്ന് തിരുവനന്തപുരത്ത് SFIയുടെ സമരം കത്തി നിൽക്കുന്ന ഒരു കാലമാണ്. ആകാശവാണിയിലെ റേഡിയോയിലെ ഒരു നാടകം, ശതാഭിഷേകം എന്നായിരുന്നു നാടകത്തിൻ്റെ പേര്. കിങ്ങിണിക്കുട്ടനും അമ്മാവനും ചേർന്നിട്ട് ഒരു തറവാട് കട്ടിമുടുക്കുന്നതിനെ കുറിച്ചാണ് ആ നാടകം ഉണ്ടായിരുന്നത്. അന്ന് രാത്രി പക്ഷേ പല സ്ഥലത്തും തിരുവനന്തപുരത്ത് കറണ്ട് പോയി. ആകാശവാണിയിലെ ഈ നാടകം കാണാൻ പറ്റിയില്ല. ഇത് കരനായരനെ കുറിച്ചും മകൻ ശതാഭിഷേകം മകൻ മുരളീധരനെ കുറിച്ചുമാണെന്നൊരു കഥ വരികയും പിറ്റേ ദിവസം DC ബുക്സ് ഇത് ശരവേഗത്തിൽ ഇത് നാടകമായി അച്ചടിച്ചിറക്കി. ചൂടപ്പം പോലെയാണ്. 3 ദിവസം കൊണ്ട് 3-4 എഡിഷനുകൾ വിറ്റുപോയി. അത് എഴുതിയത് S. രമേശൻ നായരാണെന്നാണ് എൻ്റെ ഓർമ്മ. നാടകകൃത്ത് S. രമേശൻ നായർ. അദ്ദേഹത്തെ ആൻഡമാനിലേക്കാണ് നാട് കടത്തിയത്. ആകാശവാണിയിൽ നിന്ന് ട്രാൻസ്ഫറാണ്. അദ്ദേഹം രാജിവെച്ചു. അപ്പോൾ ഇത് അധികാരത്തിലിരിക്കുന്നവരുടെ അധികാര അന്ധതയുടെ അഹങ്കാരത്തിൻ്റെ എന്തും ചെയ്യാമെന്നുള്ള ധൈര്യത്തിൽ നിന്നുണ്ടാകുന്നതാണ്. CPM-ന് ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ അപകടം, നിങ്ങൾക്ക് അധികാര തിമിരം ബാധിച്ചിരിക്കുന്നു. നിങ്ങൾ പാർട്ടിയല്ല നോക്കുന്നത്, നിങ്ങൾ അധികാരത്തെയും അധികാരത്തിൽ നടത്തിത്തരുന്ന ഉദ്യോഗസ്ഥരെയും അവർ നൽകുന്ന ഉപദേശത്തിനുമാണ് കൂട്ടു നിൽക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇന്ന് നടന്ന
ഒരു ഗർഭിണിയെ തല്ലിയ പോലീസുകാരനെ 1.5 വർഷം നിങ്ങളെങ്ങനെ സർവീസ് വെച്ചുകൊണ്ടിരിക്കുക? കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ട അസംഖ്യം പോലീസ് സ്റ്റേഷൻ മർദ്ദനങ്ങളുടെ ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങളെല്ലാം സർക്കാരിൻ്റെ കയ്യിലുണ്ടായിരുന്നല്ലോ. ഇതിനു വേണ്ടിയിട്ട് ആളുകൾ വിവരാവകാശത്തിന് പോകുന്നെന്ന് പറഞ്ഞാൽ ആ ദൃശ്യങ്ങൾ എന്നിട്ടും ആ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് വരെ ഒരു നടപടി പോലും ഉണ്ടായില്ല. പ്രശ്നം CPM അധികാരത്തിലിരുന്നുള്ള, ആ കസേരയിലിരുന്നുള്ള അധികാര ദുഷ്പ്രഭുത്വം ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. CPM ബാധിച്ചിരിക്കുന്ന ഒരു അപകടത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് പാരഡിയിൽ കേസെടുക്കാനുണ്ടായ തീരുമാനം. ഈ ബുദ്ധി ആരുടെ ആയിരിക്കുമെന്നുള്ളതിൽ എനിക്ക് സംശയമൊന്നുമില്ല. അത് അധികാരം നിയന്ത്രിക്കുന്ന ഒരു കോക്കസിൻ്റേതാണ്. അത് പിണറായി വിജയനെ ചുറ്റി നിൽക്കുന്ന ഒരു കോക്കസിൻ്റെയാണ്. പാരാമ വിഡ്ഢിത്തരമേ കാണിക്കൂ, പക്ഷേ വിഡ്ഢിത്തരമാണെന്ന് അവർക്ക് മനസ്സിലാവാൻ ഒരുപാട് കാലമെടുക്കും. അതുകൊണ്ടാണ് ഇന്നലെ കേസെടുത്തു, ഇന്ന് വളരെ ശക്തമായി മെറ്റയ്ക്ക് കത്തെഴുതി, ഉച്ച കഴിഞ്ഞപ്പോൾ ഒന്ന് മെല്ലെ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ അധികാരത്തെക്കാൾ വലിയ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ചുകൊണ്ട് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കേസ് കൊടുക്കാൻ തീരുമാനിച്ചു. നോക്കണേ എവിടേക്കാണ് ഇതിൻ്റെ റെപ്രിക്കഷൻസ് പോകുന്നത്. ഒരാൾ പോലും ഈ സംവിധാനത്തിനകത്ത് ഇത് ചെയ്യരുത്, ഇത് അബദ്ധമാണ് എന്ന് മാത്രമല്ല, ആശയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ് ഇടതുപക്ഷം എന്ന് പറഞ്ഞു കൊടുക്കാത്തത് എന്താ? സഫ്ദർ ഹഷ്മിയുടെ പാരമ്പര്യം, കിസ്സ കുർസിക എന്ന് പറഞ്ഞ സിനിമ എടുത്തവരുടെ പാരമ്പര്യം, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം KPSCയുടെ നാടകങ്ങൾ നിരോധിക്കപ്പെട്ടതിനിടയിലും രഹസ്യമായി നിന്ന് കളിക്കുകയും പോലീസ് വരുമ്പോൾ നാടക സാധനങ്ങളും വാരിയെടുത്ത് വെളിമ്പറമ്പുകളിൽ നിന്നും വയലുകളിൽ നിന്നും ഓടിപ്പോയവരുടെ പാരമ്പര്യം. അതാണ് CPMനെയും CPIയെയും കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും ജനങ്ങളുടെ കൂടെയുള്ളവരാക്കിയത്. പക്ഷേ ഇപ്പോൾ 10 വർഷം അധികാരത്തിലിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു പാരഡി പോലും സഹിക്കാനാവാത്ത രീതിയിൽ നിങ്ങൾക്ക് അസഹിഷ്ണുത വരുന്നു. അധികാരത്തിൻ്റെ പ്രശ്നമാണ് സർ, പാർട്ടിയുടെയോ പാർട്ടി സംവിധാനത്തിൻ്റെയോ പ്രശ്നമല്ല. ഇടതുപക്ഷത്തിന് ലോകത്തെമ്പാടും ഉണ്ടായ ഒരു വലിയ അപകടം കൂടെ പറഞ്ഞുകൊണ്ട് നിർത്താം. എപ്പോഴും അധികാരത്തിലിരിക്കുമ്പോഴാണ് ചുറ്റുമുള്ള മനുഷ്യരെ മുഴുവൻ ഗുലാലികളിലും മറ്റുമൊക്കെ പൂട്ടിയിടാൻ തോന്നുന്ന ഒരു പ്രത്യേക സംവിധാനം ഇടതുപക്ഷത്തെക്കുറിച്ച്, കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് പറയാറുണ്ട്. കോൺസെൻട്രേഷൻ ക്യാമ്പ്സ് അണ്ടർ ദ ഫ്ലാഗ്സ് ഓഫ് ഫ്രീഡം എന്നാണ് ഒരു കാലത്തെ കമ്മ്യൂണിസ്റ്റ് സോവിയറ്റ് യൂണിയനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഇതൊരു രസകരമായ ഒരു ക്രോസ് സെക്ഷനാണ്. അധികാരം കൈ കിട്ടുമ്പോൾ പറ്റുന്നത് എന്താണെന്നുള്ളത്. നിങ്ങളുടെ അടുത്ത 3 മാസത്തേക്ക് എന്ത് ചർച്ചയെ പെടരുതെന്ന് നിങ്ങൾ ആഗ്രഹിച്ചോ, ശബരിമല സ്വർണ്ണപ്പാളി എങ്ങനെയെങ്കിലും പോകണമെന്ന് ആഗ്രഹിച്ചോ, അതിന് നേർവിപരീതമാണ്. പോലീസിനെ കൊണ്ടോ കോടതിയെ കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും വിരട്ടുകൾ കൊണ്ടോ ഒരു കാരണവശാലും ഇത്തരം ക്യാമ്പയിനുകൾ താഴ്ന്നു പോവില്ല. അതിനുദാഹരണം നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ അങ്ങനെയല്ല കേരളത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത്. പക്ഷേ അതേ നിങ്ങൾ തന്നെ, നിങ്ങളുടെ കയ്യിൽ പോലീസും നിങ്ങളുടെ കയ്യിൽ രഹസ്യാന്വേഷണ വിഭാഗവും നിങ്ങളുടെ കയ്യിൽ CIDയും സ്പെഷ്യൽ ബ്രാഞ്ചും ഉണ്ടാകുമ്പോൾ അത് ചെയ്തു കളയാം എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് എന്താ പറ്റുന്നത്? ഒരു തവണ കൂടി പാളി, സ്വർണ്ണപ്പാളിയിൽ പാളി, പാരഡിയിൽ പാളി, ഇനിയിപ്പോൾ എവിടേക്കോ പാളാൻ പോകുന്നു. കാരണം നിങ്ങൾക്ക് അധികാരത്തിൻ്റെ അന്ധത ബാധിച്ചിരിക്കുകയാണ്. പാരഡിയിൽ പാളിയോ എന്നാണ് ചോദ്യം. നമുക്കിപ്പം പിയാസുൽ കൂടിയുണ്ട്. പിയാസുലിൽ ഇതൊരു രാഷ്ട്രീയ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പാരഡി ഗാനം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ എന്താണോ നിർവഹിച്ചത് അതിൻ്റെ ഇരട്ടി പ്രത്യാഘാതമാണ് അത് നിരോധിക്കുന്ന സമയത്ത്, അതിനെതിരെ കേസ് പോകുന്ന സമയത്ത്, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ നൽകുന്നത്. ഇത് CPMനെയും ഇടതുമുന്നണിയും കൂടുതൽ പ്രതിരോധത്തിലാക്കുകയല്ലേ? പാരഡി ഗാനം പാളിയോ? കേരളത്തിലെ CPMനും ഇടതുപക്ഷത്തിനും എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വലിയ അബദ്ധ നീക്കമാണ് കേരളത്തിൽ ഇപ്പോൾ ഇടതുപക്ഷ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ എന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മളൊക്കെ തന്നെ ചർച്ച ചെയ്യുന്ന പോലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്താകെ അങ്ങനെ തന്നെയാണ്. അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത്തവണത്തെ ഔട്ട്ലുക്കിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ലോകത്ത് ഈ അസമത്വം പടരുമ്പോൾ ഇന്ത്യയിലൊക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വളരാൻ പറ്റിയ സമയമാണ് ഇത് എന്ന് പറയുന്നത്. പക്ഷേ അപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അവരുടെ കേഡർമാരെ സംതൃപ്തിപ്പെടുത്താൻ കഴിയുന്നില്ല എന്ന വിമർശനത്തോടെയാണ് ഔട്ട്ലുക്കിന്റെ ലേഖനം വരുന്നത്. ഇവിടെ ജിമ്മി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ സഫ്ദർ ഹാഷ്മിയുടെ കഥ പറഞ്ഞു. ജനനാട്യമഞ്ച് എന്ന CPMന്റെ ഒരു സാംസ്കാരിക സംഘടന, ആ ജനനാട്യമഞ്ചിന്റെ പ്രവർത്തകനായിരുന്നു, നാടക പ്രവർത്തകനായിരുന്നു, CPM നേതാവായിരുന്നു സഫ്ദർ ഹാഷ്മി എന്ന് പറയുന്നത്. ഇന്ദിരാഗാന്ധിക്കെതിരെ, അന്നത്തെ കോൺഗ്രസ് ഭരണത്തിനെതിരെ നാടകം കളിക്കുന്നതിനിടയിൽ, നാടകം അവതരിപ്പിക്കുന്നതിനിടയിൽ ദില്ലിയിലെ തെരുവിൽ കോൺഗ്രസ്സുകാരുടെ കുത്തേറ്റ് മരിച്ച സഫ്ദർ ഹാഷ്മിയുടെ പാരമ്പര്യമുള്ള പാർട്ടിയാണിത്. അപ്പോൾ CPM എന്ന് പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്ന് പറയുന്നത് മറ്റ് പാർട്ടികൾ പോലെയല്ല. അത്
പ്രത്യേക ആശയം മുന്നോട്ട് വെക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ മണ്ണിൽ ഒരു 100 വർഷത്തെ പാരമ്പര്യം ഈ പാർട്ടിക്കുള്ളത്. ഇന്ന് ഈ പാർട്ടി തുടങ്ങിയ കാലത്തെ പോലുള്ള അല്ലെങ്കിൽ അതിനുശേഷമുള്ള കാലങ്ങളിലൊക്കെ തന്നെ പാർട്ടി വളർന്ന വലിയ പാരമ്പര്യം, വലിയ പൈതൃകമൊന്നും പാർട്ടിക്ക് ഇപ്പോൾ അവകാശപ്പെടാനില്ല. പക്ഷേ എങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മുന്നോട്ട് വെക്കുന്ന നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇന്ത്യൻ മണ്ണിൽ ഇന്നും നിലനിൽക്കുന്നത്. നോക്കൂ, ഈ ചെറുത്തുനിൽപ്പിന്റെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ. അതെല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. ആ ചെറുത്തുനിൽപ്പാണ് CPIM മുന്നോട്ട് വെക്കേണ്ടത്. അവിടെ ഒരു കാരണവശാലും CPIM പോലൊരു പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ CPIM എന്നൊരു പാർട്ടി നേതൃത്വം നൽകുന്ന ഒരു സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതുപോലെയൊരു നടപടി ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തെറ്റായ നടപടിയാണ് ഇപ്പോഴത്തെ സർക്കാരിന്റെ ഈ തീരുമാനം എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ പാരഡി എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ആ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിനെ പൊളിറ്റിക്കലായി തന്നെയാണ് CPIM ഫേസ് ചെയ്യേണ്ടത്, അല്ലാതെ പോലീസിനെ ഉപയോഗിച്ചല്ല, നിയമപരമായിട്ടല്ല. ഇന്ന് LDF കൺവീനറൊക്കെ പറയുന്നത് കേട്ടു, അല്ലെങ്കിൽ CPIMന്റെ MP-മാരൊക്കെ തന്നെ പറയുന്നത് കേട്ടു, പോലീസിനൊരു പരാതി കിട്ടിയാൽ കേസെടുക്കേണ്ടേ എന്നതാണ്. DGPക്കാണ് പരാതി കിട്ടിയത്. DGPക്ക് അപ്പോൾ തന്നെ അത് പരിശോധിച്ച് ചവറ്റുകുട്ടിയിൽ എറിയാവുന്ന ഒരു പരാതിയെയാണ് ഇപ്പോൾ കേസെടുത്തുകൊണ്ട് നടപടിയുമായി മുന്നോട്ട് പോകാൻ പോകുന്നത്. മാത്രമല്ല, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിപ്പെടാൻ പോകുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. ഏതായാലും ഈ നീക്കം CPIMന് ഗുണം ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. 10-15 വർഷം മുൻപ് ഇന്ത്യയിൽ 3 സംസ്ഥാനത്തിൽ അധികാരത്തിലുള്ള പാർട്ടിയായിരുന്നു CPM. ആദ്യം പശ്ചിമ ബംഗാളിൽ അധികാരം നഷ്ടമായി, അതിനുശേഷം ത്രിപുരയിൽ അധികാരം നഷ്ടമായി. ഈ 2 സംസ്ഥാനത്തും CPMന് ഇപ്പോൾ 1-2 MLA-മാരെ പോലും വിജയിപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ പാർട്ടിക്ക് നഷ്ടപ്പെട്ട ജനപിന്തുണ തിരിച്ചുപിടിക്കാനാകുന്നില്ല. ന്യൂനപക്ഷ വിഭാഗങ്ങളാകെ ഈ 2 സംസ്ഥാനങ്ങളിലും പാർട്ടിയെ കൈവിട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും നഷ്ടപ്പെട്ട ഒരു ജനപിന്തുണ CPMന് ആ സംസ്ഥാനങ്ങളിൽ തിരിച്ചു പിടിക്കാനായിട്ടില്ല. കേരളത്തിൽ മാത്രമാണ് ഇന്ന് CPIM അധികാരത്തിലുള്ളത്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതിയ കണക്കെടുപ്പ് വന്നാൽ CPIM ഒരു സംസ്ഥാന പാർട്ടിയായി മാറാൻ പോവുകയാണ്. CPIMന് ഒരു ദേശീയ പാർട്ടിയായി നിലനിൽക്കാനുള്ള ഒരു സാഹചര്യമില്ല. ഞാൻ CPIM എന്ന് പറയുന്നത് CPIM നേതൃത്വം നൽകുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് CPIM ഇപ്പോൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ട്രാക്ക് എന്നത് തെറ്റായ ട്രാക്കാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയാണ് ഇങ്ങനെയൊരു നീക്കത്തിലേക്ക് CPIMനെ ഇടതുപക്ഷ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും ഇടതുപക്ഷ സർക്കാർ എന്ന് പറയുമ്പോൾ CPIക്കൊക്കെ തന്നെ വ്യത്യസ്ത അഭിപ്രായമുണ്ട് ഇക്കാര്യത്തിൽ. പക്ഷേ ഞാൻ പറയട്ടെ, 10 വർഷം കേരളം ഭരിച്ച ഒരു പാർട്ടിക്ക് അത്ര വലിയ തിരിച്ചടിയൊന്നുമല്ല ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഫലമൊക്കെ തന്നെ നമ്മൾ വിശദമായി പരിശോധിച്ചാൽ ഒരു 50, 52, 53 സീറ്റുകളിൽ CPIM ഇടതുപക്ഷ പാർട്ടികൾ വിജയിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. 10-15 സീറ്റുകളിൽ കൂടി വിജയിക്കാനുള്ള പ്രവർത്തനം ഇനിയും ശക്തിപ്പെടുത്തിയാൽ വേണമെങ്കിൽ ഒന്നുകൂടി അധികാരത്തിൽ വരാനുള്ള ഒരു സാഹചര്യം ഇപ്പോഴും ഇടതുപക്ഷ പാർട്ടികൾക്ക് കേരളത്തിലുണ്ട്. അതിനു പകരം ഇതുപോലുള്ള ഒരു പാരഡിക്ക് പിന്നാലെ പോയി CPIM വീണ്ടും വഷളാവുകയും വീണ്ടും സാഹചര്യങ്ങൾ കൂടുതൽ അബദ്ധത്തിലാക്കുകയും ചെയ്യുന്ന ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത് CPIMനെ സംബന്ധിച്ച് ഒരിക്കലും ഗുണം ചെയ്യില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം എന്നത്. ഒരുപാട് അബദ്ധങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി CPIM ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കേരളത്തിലുണ്ടാകുന്നത്. അതിലൊന്ന് ഈ പമ്പയിലെ അയ്യപ്പ സംഗമമായിരുന്നു. അത് ഒരു അനാവശ്യ നടപടിയായി പോയെന്ന് നമ്മൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. ഏതായാലും ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നൊക്കെ തന്നെ കൂടുതൽ മാറി എന്താണോ ഇടതുപക്ഷ ആശയം, കമ്മ്യൂണിസ്റ്റ് ആശയം, അക്കാര്യത്തിൽ വെള്ളം ചേർക്കാതെ ഒരു കാരണവശാലും ജനങ്ങൾക്ക് BJPയുടെ B ടീമാണ് CPM എന്ന തോന്നൽ ഉണ്ടാകാത്ത തരത്തിൽ CPM എല്ലാ ജനവിഭാഗങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന ഒരു പാർട്ടിയായി തുടരണം എന്നതാണ് എൻ്റെയൊക്കെ അഭിപ്രായം. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ നടപടി ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത നടപടിയാണ്. ആ നടപടിയിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, പാരഡിയിൽ പാളിയൂ എന്നുള്ളതാണ് ചോദ്യം. പാളി എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. 3 കാര്യങ്ങൾ പറയാം. 1, ഇതാണോ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം? 2, ഈ പാരഡി ഗാനത്തിൽ ഏതെങ്കിലും തരത്തിൽ മതവികാരം വ്രണപ്പെട്ടിട്ടുള്ളതായിട്ട് നമുക്ക് നിയമപരമായി തെളിയിക്കാൻ കഴിയുമോ? 3, ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനകത്ത് കോൺഗ്രസിൻ്റെ നിലപാടിൽ എന്തെങ്കിലും ഇരട്ടത്താപ്പുണ്ടോ? ഈ 3 കാര്യങ്ങളാണ് ഞാൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പറയാം. ആദ്യത്തേത്, ഇത് ഇടത് രാഷ്ട്രീയമല്ല. പാരഡി ഗാനത്തിൻ്റെ പേരിൽ ഏതെങ്കിലും തരത്തിൽ നിയമപരമായ യുദ്ധം നടത്തുന്നതോ അതിൻ്റെ പേരിൽ നടത്തുന്ന ചർച്ചകളോ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഒട്ടും തന്നെ പ്രതിനിധീകരിക്കുന്നില്ല എന്നതാണ് എൻ്റെ നിലപാട്. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യൻ പരിതസ്ഥിതിയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഏറ്റവും കൂടുതൽ പോരാടിയ പാർട്ടികളിലൊന്ന് CPM എന്നാണ്.
പ്രേക്ഷകർക്കറിയാം അടിയന്തരാവസ്ഥ കാലം മുതൽ അതിങ്ങോട്ട് ഓരോ ഘട്ടത്തിലും എങ്ങനെയാണ് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഇടതുപക്ഷം പോരാടിയത്. ആവിഷ്കാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട മനുഷ്യർക്ക് അഭയം കൊടുക്കുന്ന സമയത്ത് അതിനെതിരെ സംഘപരിവാറുകാർ മുദ്രാവാക്യം വിളിക്കുമ്പോൾ അതിനെതിരെ നിന്ന് അവർക്ക് തണൽ കൊടുക്കാൻ ശ്രമിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ഇടതുപക്ഷം എന്നുള്ളത്. നേരത്തെ സഫ്ദർ ഹാഷ്മിയുടെ കാര്യം പറഞ്ഞു. അന്ന് ജനനാട്യമഞ്ചിൽ സഫ്ദർ ഹാഷ്മി ക്രൂരമായ ആൾക്കൂട്ട കൊലപാതകത്തിന് വിധേയനാകുമ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഇടതുപക്ഷത്തിന് കിട്ടിയ രക്തസാക്ഷിയുടെ പേരാണ് സഫ്ദർ ഹാഷ്മി. ആ സഫ്ദർ ഹാഷ്മിയുടെ പേരിൽ അഭിമാനിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് ഒരു പാരഡി ഗാനം എഴുതി എന്നതിൻ്റെ പേരിൽ അസ്വസ്ഥതയുണ്ടാവുന്നുണ്ടെങ്കിൽ അത് ഇടതു രാഷ്ട്രീയത്തിലെ അസ്വസ്ഥതയേ അല്ല എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിനെ മറ്റൊരു രീതിയിൽ തന്നെയാണ് നേരിടേണ്ടത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ അടിത്തറ ഇളകിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതാണ് ഇപ്പോൾ വരുന്ന ട്രെൻഡുകൾ. ഞാൻ തന്നെ മുൻപിലത്തെ ചർച്ചയിൽ പറഞ്ഞിരുന്നു, എങ്ങനെയാണ് ജില്ലാ പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ടാലി ചെയ്തെടുക്കുമ്പോൾ ഇപ്പോഴും 70-നോടടുത്ത സീറ്റുകൾ 66, 68 സീറ്റുകൾ വരെ ഇപ്പോഴും ഈ പരിതസ്ഥിതിയിലും LDFിനോടൊപ്പമുണ്ട്. അപ്പോൾ ഇനി വരുന്ന മാസങ്ങളിൽ വികസന രാഷ്ട്രീയം മുന്നോട്ട് വെച്ച് ഇടത് രാഷ്ട്രീയം പറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതിനു പകരം വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനയിൽ അഭിരമിക്കുകയും പാരഡി ഗാനത്തിൻ്റെ പേരിൽ കോടതിയിൽ പോകുന്നുവെന്ന് അഭിമാനം കൊള്ളുകയും ഊറ്റം കൊള്ളുകയും ചെയ്യുന്നത് ഇടത് രാഷ്ട്രീയമേ അല്ല. ഇടതിൽ നിന്ന് ഇടത് ഊർന്നു പോകുമ്പോൾ അവിടേക്ക് പകരമായി എത്തുന്നത് വലതിൻ്റെ രാഷ്ട്രീയമാണ്. അതുകൊണ്ടാണ് ഇടത് ഹിന്ദുത്വ എന്നൊരു ആരോപണം ഇപ്പോൾ നേരിടേണ്ടി വരുന്നത്. വെള്ളാപ്പള്ളി നടേശൻ ആദ്യം മലപ്പുറത്തെക്കുറിച്ചൊരു പരാമർശം നടത്തിയപ്പോൾ അന്ന് അതിനെതിരെ ശക്തമായ ഭാഷയിൽ കേരളത്തിലെ പ്രവീൺ തൊഗാഡിയ എന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ ഒരു വാചകം പറഞ്ഞിരുന്നെങ്കിൽ പിന്നീട് അതിനുള്ള ധൈര്യം വെള്ളാപ്പള്ളി നടേശന് കിട്ടുമായിരുന്നില്ല. തുടർച്ചയായി മലപ്പുറത്തെ ഒറ്റിക്കൊടുത്തുകൊണ്ട് മലപ്പുറത്തെ ആക്ഷേപിച്ചുകൊണ്ട് ഈ രീതിയിൽ പ്രസ്താവന വെള്ളാപ്പള്ളി നടേശൻ നടത്തുകയും ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ സ്റ്റേറ്റ്മെന്റ് എന്താണെന്നറിയുമോ? മതവിദ്വേഷം നടത്തുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഇടതുപക്ഷം അംഗീകരിക്കുന്നുണ്ടോ? എന്താ ഇടതുപക്ഷത്തിൻ്റെ നിലപാട്? അത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലെ മതേതര പാർട്ടി. അങ്ങനെയാണ് CPM മുസ്ലിം ലീഗിനെ കണക്കാക്കിയിരിക്കുന്നത്. അതിനകത്ത് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടും SDP ബാന്ധവം ഉണ്ടാക്കുന്നു മുസ്ലിം ലീഗ് എന്നുള്ളതാണല്ലോ വിമർശനം. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ മാറാട് കലാപ വിഷയത്തിലടക്കം ഈ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് മുസ്ലിം ലീഗിനെ ചൂണ്ടിക്കൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോൾ വെള്ളാപ്പള്ളി ഇനഫ് ഈസ് ഇനഫ്. കേരളത്തിൻ്റെ മതേതര പാരമ്പര്യത്തെ, കേരളത്തിൻ്റെ മതസഹിഷ്ണുതയെ നിങ്ങളുടെ ഈ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കരുതെന്ന് പറയാനുള്ള ഒരു ആർജവം ഈ ഇടതു നേതാക്കൾ കാട്ടണമായിരുന്നു. അത് കാട്ടിയില്ല. അവിടെ ആദ്യം പാളി. അവിടെയാണ് ഇടതു ഹിന്ദുത്വ എന്ന് പറയുന്ന ആശയം ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഐക്യജനാധിപത്യ മുന്നണി ശക്തമായി ഉപയോഗിച്ചു. അതിൽ മലപ്പുറത്തെ കമ്മ്യൂണിസ്റ്റ് മുക്തമാകുന്ന തരത്തിൽ 10 ലക്ഷം വോട്ടൊക്കെ കിട്ടി. പക്ഷേ 28 ലക്ഷം വോട്ടർമാരുള്ള സ്ഥലത്ത് 10 ലക്ഷം വോട്ടിലേക്ക് ചുരുങ്ങി. അത് മലപ്പുറത്ത്. അതേപോലെ ന്യൂനപക്ഷ കേന്ദ്രങ്ങളിലെല്ലാം CPMന് നേരിടേണ്ടി വരുന്നത് ഈ തിരിച്ചടിയാണ്. ഈ നെറേറ്റീവ് വളരെ ശക്തമാകുന്നുണ്ട്. അത് ജമാഅത്തെ ഇസ്ലാമി പടർത്തും, അത് SDP പടർത്തും, അത് മുസ്ലിം ലീഗ് അടക്കമുള്ളവരും പടർത്തും. അത് ഐക്യജനാധിപത്യ മുന്നണി ആ ക്യാമ്പയിൻ ലാഭം കൊയ്യുകയും ചെയ്യും. അതുകൊണ്ട് ഇത് ഇടത് രാഷ്ട്രീയമേ അല്ല എന്നുള്ളതാണ്. അതാണ് ആദ്യമേ എനിക്ക് പറയാനുള്ളത്. ഈ പാരഡിയിൽ അസ്വസ്ഥമാവാനുള്ളതല്ല. പ്രേക്ഷകർക്കറിയാമല്ലോ, മികച്ച കഥാപ്രസംഗങ്ങളിലൂടെ ഏറ്റവും മനോഹരമായി, ഏറ്റവും സ്വാഭാവികമായ രീതിയിൽ രാഷ്ട്രീയം പറഞ്ഞ ആളാണ് സാംബശിവൻ. സാംബശിവൻ്റെ കഥാപ്രസംഗത്തിലൂടെയാണ് കൊല്ലംകാര് ഒരു കാലത്ത് ഇടത് രാഷ്ട്രീയത്തിൻ്റെ അടുപ്പമറിഞ്ഞത്. KPCCയുടെ നാടകങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ കണ്ണ് കരങ്ങി വരുന്ന മനുഷ്യർ വീട്ടുമുറിയിൽ പോയി ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ച ചരിത്രമുണ്ട്. നാടകങ്ങളിലൂടെയും കഥാപ്രസംഗങ്ങളിലൂടെയും പാട്ടിലൂടെയും സിനിമകളിലൂടെയും നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടെയാകും പൈങ്കിളി എന്നൊരു പാട്ട് കേട്ടാൽ ആരുടെ ഹൃദയമാണ് ഇളകാത്തത്? പക്ഷെ അവിടെ നിന്നും ഒരു പാട്ട് കേട്ടാൽ അസ്വസ്ഥമാവുന്ന തരത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ വ്രണപ്പെടുന്നത് മതവികാരമല്ല, രാഷ്ട്രീയ വികാരമാണ്. ഒരു പാട്ടുകൊണ്ട് രാഷ്ട്രീയ വികാരം വ്രണപ്പെടുന്നത് ഇടതുപക്ഷത്തിന് ചേർന്ന രീതിയല്ല. അതിന് മറുബദലുകൾ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള വളരെ ക്രിയേറ്റീവായ സർഗാത്മക ശേഷിയുള്ള ആളുകൾ ഈ പാർട്ടിയിൽ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ പാരഡിയിൽ ഒരു നിയമയുദ്ധത്തിനും ഒരു സാമൂഹിക മാധ്യമ പ്രചരണ യുദ്ധത്തിനും ഇറങ്ങുന്നത് പാർട്ടിക്ക് ക്ഷീണം ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. അത് ഇടതു രാഷ്ട്രീയമേ അല്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രിയപ്പെട്ടവരെ, ഇതിനകത്ത് ഈ മതവികാരം വ്രണപ്പെടുമെന്ന് പറയുന്ന BNSന്റെ സെക്ഷൻ 299 നിൽക്കുമോ എന്നുള്ളതാണ്. നമ്മൾ വിശദമായി 299 സെക്ഷൻ പരിശോധിക്കുമ്പോൾ അതിൽ മനസ്സിലാവുന്നത് ഏതെങ്കിലും തരത്തിൽ മതവികാരം വ്രണപ്പെടുന്ന രീതിയിൽ വാക്കുകളിലൂടെയോ ഇലക്ട്രോണിക് മീഡിയയിലൂടെയോ ഏതെങ്കിലും സൈനുകളിലൂടെയോ അടയാളങ്ങളിലൂടെയോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവണം എന്നുള്ളതാണ്. നമ്മളതിൽ വേർഡ് ബൈ വേർഡ് ആയിട്ട് നമ്മളെടുത്ത് പരിശോധിച്ചാൽ അതിലെവിടെയാണ് മതവികാരം വ്രണപ്പെടുക? സ്വർണം കട്ടവൻ ആരപ്പ, അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് നമ്മളുടെ തലക്കെട്ടാണ്. നമ്മൾ തന്നെ എത്രയോ തവണ തലക്കെട്ടിട്ടുണ്ട്. സ്വർണം പോറ്റി പറ്റിച്ചു എന്നാണ് നമ്മളൊരു തലക്കെട്ടിട്ടത്. അത് എല്ലാ പോറ്റിമാരെയും കുറിച്ചല്ല. അതിലൊരാൾ എന്നെ വിളിച്ചു പറഞ്ഞു അതൊരു സമുദായത്തെ അവഹേളിക്കുന്നതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് കൂടി നമ്മൾ ഇട്ടു. പക്ഷേ ഇവിടെ സ്വർണം കെട്ടവൻ ആരപ്പ എന്ന് ചോദിച്ചാൽ അതിനകത്ത് വ്രണപ്പെടേണ്ട കാര്യമില്ലല്ലോ. പോറ്റിയെ കേറ്റിയെ എന്ന് പറയുന്നത് അതിൻ്റെ വസ്തുതാപരമായ കാര്യം ഞാൻ മൂന്നാമത് പരിശോധിക്കാം. സ്വർണ്ണപ്പാളികൾ മാറ്റിയേ എന്നുള്ളതാണ്. സ്വർണ്ണപ്പാളികൾ മാറ്റിയേ എന്ന് ചോദിച്ചാൽ ദാറ്റ്സ് എ ഫാക്ട്.
അത് കോടതി കണ്ടെത്തിയിരിക്കുന്നതാണ്, വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നതാണ്. SIT-യുടെ പ്രധാനപ്പെട്ട കുറ്റപത്രത്തിൽ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. സ്വർണ്ണപ്പാളികൾ മാറ്റി, ശാസ്താവിൻ ധനം ഊറ്റി. എത്രയാണ് ഇപ്പോൾ കണ്ടെത്താനുള്ളത്? 50 പവൻ എന്ന് പറയുന്നു, അതല്ല 2.5 കിലോയോളം കാണാതായി എന്ന് പറയുന്നു. കൃത്യമായ കണക്ക് ഇപ്പോഴും കോടതിയുടെ മുന്നിൽ തന്നെ ഇല്ല. കട്ടളപ്പാളിയിൽ സ്വർണം തന്നെ പൂശിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വരെ സംശയം ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഊറ്റിയ സ്വർണം ഇപ്പോൾ ബംഗളൂരുവിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അവിടെ ഒരു ജുവലറിയിൽ നിന്നും ഒപ്പം തന്നെ ഈ ഫ്ളാറ്റിൽ നിന്നും, ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ ഫ്ളാറ്റിൽ നിന്നും ഈ ശാസ്താവിൻ്റെ ഊറ്റിയ ധനം തിരികെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ശാസ്താവിൻ ധനം ഊറ്റിയേ എന്ന് പറഞ്ഞാൽ അതൊരു ഫാക്റ്റാണ്. അത് ലീഗലി ഇപ്പോൾ കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അവിടെയും മതവികാരം വ്രണപ്പെട്ടിട്ടില്ല BNS 299 പ്രകാരം. ഇനി സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ. ഇതിൻ്റെ ഫാക്ട്സ് എന്താണെന്ന് നമുക്ക് പരിശോധിക്കണം. പക്ഷേ ഇതിനകത്ത് എവിടെയാണ് വ്രണപ്പെടുക? ഇപ്പോൾ ശബരിമലയിലേക്ക് പോകുമ്പോൾ നമുക്ക് പ്രയാസങ്ങൾ നേരിടുന്ന സമയത്ത് അയ്യപ്പനെ വിളിച്ച് പറയും, അയ്യപ്പ ഇതാരാണ്, അയ്യപ്പ എന്തിവിടെയ്യ, എന്താണ് നമ്മൾ പറയുക അവിടെ ഈ കയറ്റം കയറി പോകുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ അയ്യപ്പനെ വിളിച്ചു പറയുകയാണ്, ആ സ്വർണം കട്ടത് ആരപ്പ, അത് സഖാക്കളാണ് അയ്യപ്പ. അതൊരു പൊളിറ്റിക്കലായിട്ടുള്ള വിമർശനമാണ്. അതിന് സഖാക്കളാണ് ഫാക്ട്സ് വെച്ച് മറുപടി പറയേണ്ടത്. അത് ഞാൻ 2ാം ഘട്ടത്തിൽ പറയാം. ഇനി ലോഹം മാറ്റിയത് ആരപ്പ, ലോഹം മാറ്റിയില്ലേ, ലോഹം മാറ്റി, അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. അവിടെയും സഖാക്കളാണ് അയ്യപ്പ. അതൊരു പൊളിറ്റിക്കലായിട്ടുള്ള വിമർശനമാണ്. അതിനകത്ത് ഫാക്ട്സ് ഇല്ല എന്നതാണ് എൻ്റെ ടേക്ക്. ഇനി സ്വർണം ചെമ്പായി മാറ്റി, വസ്തുതയാണ്. അത് സ്വർണം ചെമ്പായി മാറ്റിയെന്ന് എഴുതിയത് കൊണ്ടാണ് ജയശ്രീക്ക് ചോദ്യമുനയിൽ വരേണ്ടി വന്നത്, മുരാരി ബാബുവിന് ചോദ്യമുനയിൽ വരേണ്ടി വന്നത്, സുധീഷിന് ചോദ്യമുനയിൽ വരേണ്ടി വന്നത്. അങ്ങനെ എഴുതിയത് ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അത് വീഴ്ചയാണെന്ന് കണ്ടതുകൊണ്ടാണ് പത്മകുമാറിനും പിന്നീട് വാസുവിനും ഈ സ്വർണം തൻ്റെ കയ്യിലുണ്ടെന്ന് തെളിഞ്ഞിട്ടും അത് തിരിച്ചു വിളിക്കാത്തതിൻ്റെ പേരിൽ വാസുവിനെതിരെയും കേസെടുത്ത് അവർ ജയിലിൽ കിടക്കുന്നത്. അതും ഒരു ഫാക്റ്റാണ്. അപ്പോൾ ഇനി അടുത്തത്, ആചാരങ്ങൾ ലംഘിക്കാനായി അമ്മിണിമാരെ മലകേറ്റിട്ടുണ്ടെന്ന് ചോദിച്ചാൽ മനീതി സംഘത്തെ കൊണ്ടുവന്നത് ഈ പോലീസിംഗ് സംവിധാനമാണ് അന്ന്. പക്ഷേ സുപ്രീം കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ സർക്കാർ ഒരു നിലപാടെടുത്തത്. ഏതൊരു സർക്കാരും അങ്ങനെ ഒരു നിലപാട് എടുക്കാൻ കഴിയൂ. ഏതെങ്കിലും ഒരാൾ ശബരിമല ദർശനത്തിന് സ്ത്രീ ഇപ്പോൾ വന്നാൽ പോലും ദേവസ്വം ബോർഡിന് നിയമപരമായി തടയാനുള്ള അധികാരമില്ല. ഇത് സുപ്രീം കോടതിയിലെ കേസ് കിടക്കുകയാണ്. അപ്പോൾ അത് ഫാക്ച്വൽ അല്ല, പക്ഷേ ഇതൊരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ്. അകവും പുറവും കൊള്ളയടിക്കാൻ നിയമിച്ചുള്ളത് പോറ്റി. സംഭവം ശരിയല്ലേ? കട്ടളപ്പാളി കൊള്ളയടിച്ചു, ദ്വാരപാലക ശില്പപാളികൾ താങ്ങുവീടം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു, അതേപോലെ വാതിലും തന്നെ സ്വർണവും കടത്താൻ ശ്രമിച്ചു. ഇതൊക്കെ ഇപ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ സുഭാഷ് കപൂർ എന്ന് പറയുന്ന അന്തർദേശീയ പുരാവസ്തു കള്ളനുമായി ബന്ധപ്പെടുത്തിയാണ് ഇപ്പോൾ ഈ പോറ്റിയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അത് കോടതിക്ക് പറയാമെങ്കിൽ അത് എന്തുകൊണ്ടാണ് കുഞ്ഞബ്ദുള്ളയ്ക്ക് പറയാൻ പറ്റാത്തത്? ഇതെല്ലാം ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നതും സഖാക്കളെ എന്നുള്ളതല്ല, അത് ഒഴിച്ചു നിർത്തിയാൽ ലോഹം ചെമ്പായി മാറി എന്ന് പറയുന്നതും സ്വർണം ചെമ്പായി മാറി എന്ന് പറയുന്നതും ഇതിൽ പോറ്റി കട്ടു എന്ന് പറയുന്നതും ഇങ്ങനെ അകവും പുറവും കക്കാൻ വേണ്ടി പോറ്റിയെ കൊണ്ടുവന്നു എന്ന് പറയുന്നതുമെല്ലാം കുറ്റപത്രത്തിലുള്ളതാണ്, SIT-യുടെ കണ്ടെത്തലിലുള്ളതാണ്, വിജിലൻസിൻ്റെ റിപ്പോർട്ടിന്മേലുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ കേസെടുക്കുക സാധ്യമല്ല. ഇപ്പോൾ ഇതിൽ മതവികാരം വ്രണപ്പെട്ടു എന്നത് നിൽക്കില്ല എന്നത് ഉറപ്പായി കഴിഞ്ഞല്ലോ. ഇനി ഇതിനകത്ത് ഫാക്ട്സ് പരിശോധിക്കാം. അതാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം. ഫാക്ട്സ് പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിനെ പൊളിറ്റിക്കലായിട്ടാണ് നേരിടേണ്ടത്. ഇതിൽ ഇന്നിപ്പോൾ ചർച്ച നടക്കുന്നത് ഇതാണല്ലോ, ആരാണ് യഥാർത്ഥത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത്? പോറ്റിയെ ആരാണ് പോറ്റിയെ കയറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇതിപ്പോൾ വന്നിരിക്കുന്ന വിവരം അനുസരിച്ച് ബംഗളൂരുവിൽ നിന്ന് കീഴ്ശാന്തിയായിട്ടാണ് ഇയാളെ സന്നിധാനത്ത് അവതരിപ്പിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയോട് കൂടിയല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്ത് എത്തിയിരിക്കുന്നത്. പകരം അവിടെയുള്ള തന്ത്രിയുടെ സഹായിയായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിൽ നിന്ന് നേരെ വന്ന് ലാൻഡ് ചെയ്യുന്നത്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് മേൽശാന്തിയായിട്ട് പട്ടികയിലൊക്കെ വരുന്നതിനുള്ള പരിചയത്തിനു കൂടി വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ബാംഗ്ലൂരുവിൽ ഒരു ക്ഷേത്രത്തിൽ തന്നെ ഒരു മേൽശാന്തിയായിട്ടുള്ള നിയമനം കൊടുക്കുന്നതെന്നൊക്കെയാണ് കേൾക്കുന്ന സംസാരം. അതിൻ്റെ വസ്തുതയൊക്കെ ഇനി പുറത്തു വരണം. പക്ഷേ കോൺഗ്രസോ CPM അല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സന്നിധാനത്ത് എത്തിച്ചിരിക്കുന്നത്. അവിടെ തന്ത്രിയുടെ സഹായിയായിട്ടാണ്, ഒരു പരികർമ്മിയായിട്ട് ആദ്യം വരുന്നു, പിന്നീടാണ് കീഴ്ശാന്തിയായിട്ടൊക്കെ പോകുന്നൊരു സംവിധാനം ഉണ്ടാകുന്നത്. മാത്രവുമല്ല ഒരു സർക്കാരും ഒരു കീഴ്ശാന്തിയെയും ശബരിമലയിൽ നിയമിക്കുന്നുമില്ല. ദേവസ്വം ബോർഡിന്റെ പൂർണ്ണ അധികാരത്തിലാണ് മേൽശാന്തിമാരുടെ നിയമനം. ബാക്കി മേൽശാന്തിമാരുടെ പരികർമ്മികളെ അവരാണ് തീരുമാനിക്കുന്നത്. അതിലൊരു തരത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനവുമില്ല എന്നുള്ളതാണ്. അപ്പോൾ വസ്തുതാപരമായി പോറ്റിയെ കയറ്റിയത് ഇടതുപക്ഷമാണ് എന്നത് നിലനിൽക്കില്ല. അത് കോൺഗ്രസ് ആണ് എന്നുള്ളതും നിലനിൽക്കില്ല. അത് ഫാക്ട്. രണ്ടാമത്തത്, ഇനി ഇത് ഏത് കാലഘട്ടത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ആർക്കൊക്കെയാണ് സ്വാധീനമുള്ളത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സ്വാധീനമുള്ളതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൽ പത്മകുമാർ മാത്രമല്ല, പ്രയാർ ഗോപാലകൃഷ്ണൻ ഉണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് 8 ചിത്രങ്ങൾ പ്രയാർ ഗോപാലകൃഷ്ണനും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടുത്തടുത്ത് നിന്ന് വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിൻ്റെ, ഓഡിറ്റോറിയത്തിൽ നിൽക്കുന്നതിൻ്റെ, പ്രത്യേക ചടങ്ങിൽ പങ്കെടുക്കുന്നതിൻ്റെ, സോണിയാഗാന്ധിക്കൊപ്പം ആന്റോ ആന്റണിക്കൊപ്പം അടൂർ പ്രകാശിനോടൊപ്പം ഈ പ്രയാർ ഗോപാലകൃഷ്ണൻ നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. ദാറ്റ്സ് എ ഫാക്ട്. അതും ഒരു ഫാക്റ്റാണ്. ഇനി എപ്പോൾ
എപ്പോഴാണ് സോണിയാഗാന്ധിയെ കണ്ടിരിക്കുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് ഈ സോണിയാഗാന്ധിയെ കണ്ടിരിക്കുന്നത്. അത് പത്മകുമാർ വരുന്നതിന് മുൻപാണ്. അതും നമ്മുടെ മുന്നിലെ ഒരു ഫാക്റ്റാണ്. ഇപ്പോൾ ചോദ്യം ഇതാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു വെറും ഒരു കീഴ്ശാന്തിക്കാരൻ മാത്രമായിരുന്നെങ്കിൽ എങ്ങനെയാണ് സോണിയാഗാന്ധിയെ പോലെ ഒരു നേതാവിനെ കാണാനുള്ള അവസരം ലഭിക്കുന്നത്? അതൊരു പൊളിറ്റിക്കൽ ചോദ്യമാണ്. അത് ചോദിക്കാനുള്ള ബാധ്യത ഇടതുപക്ഷത്തിനുണ്ട്. അതിന് മറുപടി പറയേണ്ടതിന്റെ ഉത്തരവാദിത്വം ആന്റണി എം പിക്കുണ്ട്. കാര്യം ആന്റണി എം പി ആണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സോണിയാഗാന്ധിയും പ്രയാർ ഗോപാലകൃഷ്ണൻ നിൽക്കുന്ന ചിത്രത്തിൽ കാണുന്നത്. പിന്നീടാണ് അടൂർ ഗോപാലകൃഷ്ണന് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു ചിത്രം, അടൂർ പ്രകാശിന് ഗിഫ്റ്റ് കൊടുക്കുന്ന ചിത്രവുമുള്ളത്. ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള ഫാക്റ്റാണ്. ഇനി കയ്യിൽ കെട്ടിയിരിക്കുന്നത് സ്വർണ്ണത്തിന്റെ ബ്രേസ്ലെറ്റ് ആണെന്നുള്ളതാണ് ഇടത് ക്യാമ്പയിൻ. അത് നമ്മുടെ മുന്നിൽ തെളിവുകളില്ല. ആ ദൃശ്യത്തിൽ കയ്യിൽ ഒരു ചരട് കെട്ടിക്കൊടുക്കുന്നുണ്ട്. പക്ഷേ സോണിയാഗാന്ധിയെ പോലൊരു നേതാവിന്റെ കൈത്തണ്ടയിലേക്ക് ചരട് കെട്ടാൻ വേണ്ടി മാത്രം എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടേക്ക് ആക്സസ് കിട്ടി എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. അപ്പോൾ ഈ പാരഡി ഗാനത്തിൽ കേസിന് പോകുന്നതിന് പകരം ഇതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ ശ്രമിച്ച ഇത്തരം ചോദ്യങ്ങളാണല്ലോ സ്വാഭാവികമായിട്ടും ഉയരുക. അപ്പോൾ മറുഭാഗത്തുള്ള ചോദ്യം വരും, കടകംപള്ളി സുരേന്ദ്രനുമായിട്ട് അപ്പുറത്തും സോഫയിൽ ഇരുന്ന് വർത്തമാനം പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിത്രമുണ്ട്. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അങ്ങനെ സ്വകാര്യ ചിത്രങ്ങളില്ല. അവിടെ ഗൂർഖ ജീപ്പ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ സ്പോൺസർഷിപ്പിന്റെ പേരിൽ പുറത്തു നിന്നെടുത്തിരിക്കുന്ന ഒരു ചിത്രം മാത്രമേ ഇതുവരെയും പുറത്തു വന്നിട്ടുള്ളൂ. പക്ഷേ സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോയത് ആരാണ് എന്ന ചോദ്യം പൊളിറ്റിക്കലായിട്ട് ഉയരേണ്ട ചോദ്യമാണ്. അതേതെങ്കിലും പാരഡി ഗാനത്തിന്റെ പേരിൽ കേസ് നടത്തി ഉണ്ടാക്കേണ്ട ചോദ്യമല്ല. അതാണ് വസ്തുതാപരമായി പോറ്റിയെ കയറ്റിയോ എന്ന ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ഇടതുപക്ഷത്തിനും നിലവിലില്ല, അതിന്റെ ഉത്തരവാദിത്വം നിലവിൽ കോൺഗ്രസിനും ഇല്ല എന്നുള്ളതാണ് വസ്തുതാപരമായി എനിക്ക് പറയാനുള്ളത്. ഇനി ഈ ലോഹം കെട്ടത് സഖാക്കളാണോ? അതിന് ഉത്തരം ഞാൻ ഇന്നലെ പറഞ്ഞു. ലോഹം കെട്ടത് സഖാക്കളാണ് എന്നുള്ളതിന്റെ തെളിവല്ല. അതിനകത്ത് ഇപ്പോൾ നിലവിൽ രണ്ടുപേർ ദേവസ്വം ഫ്രണ്ട് എന്ന് പറയുന്ന കോൺഗ്രസിന് അനുകൂല സംഘടനയിലെ ആളുകളാണ്. ബാക്കി രണ്ടുപേർ CPM-ന്റെ മുതിർന്ന നേതാക്കളാണ്. പക്ഷേ ആ മുതിർന്ന നേതാക്കളെ പാർട്ടി പുറത്താക്കാത്തത്, പ്രത്യേകിച്ച് ജില്ലാ കമ്മിറ്റി അംഗമായ പത്മകുമാറിനെ പാർട്ടി പുറത്താക്കാത്തത് തിരിച്ചടിയായി ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിലയിരുത്തലുണ്ട് എന്നതുകൂടി ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സഖാക്കളാണ് എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആരോപണമാണ്. അതിനെയും നമുക്ക് വസ്തുതാപരമായി ഖണ്ഡിക്കാൻ കഴിയും. ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നവരിൽ രണ്ടു പാർട്ടി വിഭാഗത്തിനെയും പ്രതിനിധീകരിക്കുന്നവരുണ്ട്. പക്ഷേ സംഭവിച്ചിരിക്കുന്നത്, ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നത് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ് എന്നുള്ളത് കൊണ്ട് അതിന്റെ ഉത്തരവാദിത്വം ആ ദേവസ്വം വകുപ്പ് മന്ത്രിക്കുണ്ട് എന്നുള്ളത് ഒരു രാഷ്ട്രീയ വിഷയമായി അവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഇതിനകത്തെ ഫാക്ട്. അപ്പോൾ ഇനി അമ്മിണിയെ മലകേറ്റൈ എന്ന് പറയുന്നത് അത് സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സംഭവിച്ചിരിക്കുന്നതാണ്. അത് ഏതെങ്കിലും തരത്തിൽ തിരിച്ചെടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ദാറ്റ്സ് എ ഫാക്ട്. ലീഗലി അതാണ് ഫാക്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ബിന്ദു അമ്മണിയെ സർക്കാരാണ് മലകേറ്റിയത് എന്ന് പറയുന്നതിന് ഒരു തരത്തിലുള്ള ന്യായീകരണവുമില്ല. അത് സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ നടന്നതാണ്. അതിൻ്റെ പേരിൽ നാളെയും ബിന്ദു അമ്മണിക്ക് ശബരിമലയിൽ പോകണമെന്ന് വെച്ചാൽ സർക്കാരിന് തടയാൻ കഴിയില്ല. അവിടെ സുപ്രീം കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് നിൽക്കുന്നതാണ്. അപ്പോൾ വസ്തുതാപരമായി നിൽക്കുന്നതല്ല. അതിനകത്ത് ഈ ശബരിമലയിലെ വിശ്വാസത്തെ ഒന്നുകൂടി തിരികെ ചേർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മതവികാരം വ്രണപ്പെട്ടു എന്നുള്ളത് 299 പ്രകാരം നിൽക്കില്ല. വസ്തുതാപരമായി ഇതെല്ലാം ചെയ്തിരിക്കുന്നത് സഖാക്കളാണ് എന്നുള്ളതും വസ്തുതാപരമായി നമ്മുടെ മുന്നിൽ നിലനിൽക്കില്ല. സംഭവിച്ചിരിക്കുന്നത് പിണറായി സർക്കാരിൻ്റെ കാലത്താണ് എന്നത് ഒഴിച്ചു നിർത്തിയാൽ ഇതൊരു പാർട്ടി കേന്ദ്രീകൃതമായ കൊള്ളയല്ല എന്ന് തന്നെയാണ് ഞാൻ അപ്പോഴും വിശ്വസിക്കുന്നത്, ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റ് കോൺഗ്രസിനും ഇല്ല, CPM-നും ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് ഏതെങ്കിലും തരത്തിലുള്ള പാർട്ടി പരിപാടിയല്ല എന്നതാണ് ഈ വിഷയത്തിലുള്ള എൻ്റെ ടേക്ക്. മൂന്നാമത് വളരെ പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കാം. ഇതിൽ കോൺഗ്രസിന് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ പറയാൻ എത്രത്തോളം അധികാരമുണ്ട്? നേരത്തെ കിസ കുർസിക്കയുടെ കാര്യം പറഞ്ഞു. അടിയന്തരാവസ്ഥ കാലത്ത് അതിൻ്റെ റീലുകളടക്കം കത്തിച്ചു കളഞ്ഞത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടതാണ്. അന്നൊരു കാറിനെയാണ് വിമർശിച്ചത്. ഇപ്പോൾ പാട്ടാണല്ലോ. അന്ന് സഞ്ജയ് ഗാന്ധി ഉപയോഗിച്ചിരുന്നത് മാരുതി കാറാണ് അന്നത്തെ വലിയ ചർച്ചാ വിഷയം. ആ കാറിനെ വിമർശിച്ചതിൻ്റെ പേരിലാണ് ആ കാറുമായി മുന്നിൽ നിർത്തി കിച്ചൺ ക്യാബിനറ്റിനെയാണ് പ്രധാനമായിട്ട് വന്ന് ആ സിനിമയിൽ വിമർശന വിധേയമാക്കിയത്. ആ സിനിമയുടെ റീലുകൾ കത്തിച്ചു കളഞ്ഞ പാർട്ടിയാണ് അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസ്. അത് ഓർമ്മിക്കണം. അപ്പം പാരഡി ഗാനം ഇപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് പറയുമ്പോൾ അടിയന്തരാവസ്ഥ കാലത്തെ ചിത്രം, അടിയന്തരാവസ്ഥ കാലം ഒന്നും പോണ്ട. അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം ഒരു മനുഷ്യരെ കൊന്നുകളഞ്ഞ ചരിത്രം ഇവിടെയുണ്ട്. ഒരൊറ്റ ഇതേപോലെ ഒരു പാരഡി പാട്ടായിരുന്നു. ഏതായിരുന്നു പാരഡി പാട്ട്? നമ്മൾ കേട്ടതല്ലേ? അന്ന് ഇപ്പോഴത്തെ അന്നത്തെ റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ്, ഇപ്പോഴത്തെ NIT, അന്ന് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന രാജൻ പാടിയ പാട്ടെന്താ? കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ശുംഭനോ ശുനകനോ എന്ന് ചോദിച്ചപ്പോൾ അത് വേദിയിലിരിക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ ഈ കെ കരുണാകരനെ കുറിച്ചുള്ളതാണെന്ന് തോന്നുകയും അന്ന് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ച പോലീസ് ഉദ്യോഗസ്ഥര് ഈ രാജനെ കൊണ്ടുപോയി കക്കയങ്കാമ്പിലിട്ട് ചുരുട്ടി അതിനുശേഷം പിന്നീട് പഞ്ചസാരയിൽ മുക്കി താഴ്ത്തിയെന്നും പഞ്ചസാരയിട്ട് കത്തിച്ചുവെന്നും വയറുകീറി പുഴയിലെറിഞ്ഞുവെന്നും കല്ലുകെട്ടി താഴ്ത്തിയെന്നുമുള്ള കഥ ഇപ്പോഴുമുണ്ട്. ഈശ്വരവാരുടെ കണ്ണുനീരും കാത്തിരിപ്പും ഈശ്വരവാരിൽ പോയിട്ടും ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഇപ്പോൾ വലിയ രീതിയിൽ ഊറ്റം കൊള്ളുന്ന കോൺഗ്രസിന് ഈ കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ശുംഭനോ ശുനകനോ എന്ന പാട്ട് കേട്ടാൽ എങ്ങനെയാ തോന്നുക? അങ്ങനെ തോന്നിയിട്ടുണ്ട് എന്നത് ചരിത്രമാണ്. ശതാഭിഷേകം നാടകത്തിന്റെ കാര്യം പറഞ്ഞു. 94-ലാണ്, ആകാശവാണിയിലാണ്. അന്ന് രമേശൻ നായരെ ആ നാടകത്തിന് പേരിൽ കിങ്ങിണിക്കുട്ടെന്നായിരുന്നു അതിലെ പ്രയോഗം. പിന്നീട് കോൺഗ്രസ്സുകാർ വ്യാപകമായിട്ട് കെ മുരളീധരനെതിരെ ഉപയോഗിച്ചത് ആ പദപ്രയോഗമാണ്. അതിന് പേരിൽ ആൻഡമാനിലേക്ക് നാട് കടത്തി എന്നൊരു ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ഇതെല്ലാം നമ്മുടെ മുന്നിലുള്ള ചരിത്രമാണ്. അത് മാത്രമല്ല, ഒരു
ഈ പാട്ടിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു പാട്ടും കൂടി ഞാൻ പറഞ്ഞത് അവസാനിപ്പിക്കാം. ഈ സമയത്ത് ഈ ചുഴി എന്നൊരു സിനിമയാണെന്ന് തോന്നുന്നു. ആ സിനിമയിൽ വന്നിരിക്കുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ടിൽ എഴുതിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് രമേശൻ നായരാണോ എന്നെനിക്ക് സംശയമുണ്ട്. പൂവച്ചൽ ഖാദർ എഴുതിയിരിക്കുന്ന ഒരു പാട്ടിലെ 2 വരികളുണ്ട്. അതിനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു സുഹൃത്ത്. കാട്ടിലെ മന്ത്രി കൈക്കൂലി വാങ്ങാൻ കയ്യൊന്നു നീട്ടൂ രാമ, നാട്ടിലിറങ്ങി വോട്ട് പിടിക്കാൻ വേഷം കെട്ടൂ രാമ, നല്ല വേഷം കെട്ടൂ രാമ എന്ന് പറയുന്ന ഒരു പാട്ട് അന്ന് CPM-ന്റെ പൊതുയോഗങ്ങളിലെല്ലാം മുഴങ്ങുകയും അന്ന് കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് അപ്രഖ്യാപിത വിലക്ക് ഈ പാട്ടിന് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അത് ചുഴി എന്ന സിനിമയിലാണ്. ഇനി ഒരു കാര്യം കൂടി പറയാം. അത് മറുഭാഗത്ത് ഈ കൈരളി ചാനൽ സംപ്രേഷണം ചെയ്തൊരു പാട്ട്, അതിൽ ഈ നമ്മുടെ കലാഭവൻ മണി നാദർഷയും കൂടി ചേർന്ന് പാടുന്നൊരു പാട്ടുണ്ട്. ആ പാട്ടും യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും കേട്ടതാണ്. അന്നും ആ പാട്ടിൻ്റെ കാര്യത്തിൽ ആർക്കും ഒരു മതവികാരവും വ്രണപ്പെട്ടില്ല എന്നതും യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് വ്രണപ്പെടാൻ ഇനിയും മനുഷ്യരിവിടെ ബാക്കിയുണ്ട്. വ്രണപ്പെടുത്താൻ വേണ്ടി ചില മനഃപൂർവ്വം കെട്ടിയിറങ്ങിയാൽ വ്രണപ്പെടും. പക്ഷെ വ്രണപ്പെടുന്നത് മതവികാരം മാത്രമായിരിക്കില്ല. നമ്മൾ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടി കെട്ടിക്കൊണ്ടുവന്ന നവോത്ഥാന കാലത്തിന് ശേഷമുള്ള ഒരു കേരളമുണ്ട്. ആ കേരളത്തിൻ്റെ സാമൂഹിക മതസഹിഷ്ണുത കെട്ടുപൊട്ടാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇടതുപക്ഷത്തിനുമുണ്ട്. ഈ ഉത്തരവാദിത്വത്തോടുകൂടി ഈ വിഷയങ്ങളെ പ്രചരണ വിഷയമാക്കാനുള്ള ഉത്തരവാദിത്വം കോൺഗ്രസിനുമുണ്ട് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ ടേക്ക്. ഐക്യ ഹിന്ദു മുന്നണിക്ക് പൊള്ളാത്ത മതവികാരം ഇടതുമുന്നണിയിലെ ചില നേതാക്കൾക്കോ അണികൾക്കോ പൊള്ളുന്നുണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തല്ല ഇരിക്കേണ്ടത്. നിങ്ങൾ നേരെ പോയി മറ്റൊരു സേന രൂപീകരിക്കുന്നതാണ് നല്ലതെന്നുള്ളതാണ് എൻ്റെ ഈ വിഷയത്തിലുള്ള അഭിപ്രായം. പാലടിയിൽ പാളിയു എന്ന ചോദ്യത്തിന് യെസ് എന്നാണ് 3 പേരുടെയും അഭിപ്രായം. Meet the editors.